ഹലോ ഗൈസ്, ടേസ്റ്റ് നമ്മൾ ഡെയിലി ഒരുപാട് ഫുഡ് ഐറ്റംസ് കഴിക്കുന്നുണ്ടല്ലേ. പല ടേസ്റ്റിലുള്ള, അതായത് ഷുഗർ, സോൾട്ട്, സോർ ടേസ്റ്റ്, ബിറ്റർ ടേസ്റ്റ്, ഇതുപോലെ ഒരുപാട് ടേസ്റ്റുള്ള ഫുഡ് നമ്മൾ കഴിക്കുന്നുണ്ട്. ഈ കഴിക്കുന്ന ഫുഡ് ഐറ്റംസിന്റെ ടേസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്? സോ നമ്മുടെ ടങ്ക് ഉണ്ടല്ലോ, ടങ്കിന്റെ സ്ട്രക്ചർ ആണ് നമ്മൾ ആദ്യമേ നോക്കേണ്ടത്. സോ നമ്മുടെ ടങ്കിന് ഒരു പ്രത്യേകതയുണ്ട്. ടങ്കിനെ ഡിഫറെന്റ് റീജിയൻസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ സെപ്പറേറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ടങ്കിൽ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ടേസ്റ്റ് ഡിറ്റക്ട് ചെയ്യാനായിട്ട് നമ്മുടെ ടങ്കില് ടേസ്റ്റ് ബഡ്സ് ഉണ്ട്, ടേസ്റ്റ് റിസപ്റ്റേഴ്സ് ഉണ്ട്. അതിൽ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡ്സിന്റെയും ടേസ്റ്റ് ഒരേ സ്ഥലത്ത് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. ലുക്ക് അറ്റ് ദിസ്. ഇവിടെ ബിറ്റർ ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്നത് എവിടെയാണ്? ടങ്കിന്റെ ഏറ്റവും അകത്തുള്ള ഇന്നർ പോർഷനിലാണ്. സൈഡ്സിൽ ഡിറ്റക്ട് ചെയ്യുന്ന ടേസ്റ്റ് പറഞ്ഞിട്ടുണ്ട് സോർ ആണ്. സെന്ററിൽ ഉമാമി പറയുന്ന ഒരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവാൻ ചാൻസ് ഇല്ല. ഉമാമി പറയുന്ന ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് ആണ് സെന്ററിൽ ഈ പറയുന്ന റിസപ്റ്റേഴ്സ് അതിനെ ഡിറ്റക്ട് ചെയ്യുക. ഫൈനലി ടിപ്പ് പോർഷൻ ഓഫ് ദി ടങ് കണ്ടോ, ടങ്കിന്റെ ടിപ്പ് പോർഷനിൽ വരുന്ന എന്താണ്? സോൾട്ടി ടേസ്റ്റ് ആണ്. ആൻഡ് ഹിയർ ഇവിടെ വരുന്നത് സ്വീറ്റ് ആണ്. സോ നമ്മുടെ കഴിക്കുന്ന ഏത് ഫുഡും ആയിക്കോട്ടെ, അതൊരു കോമ്പിനേഷൻ ആവാം. മേ ബി സ്വീറ്റും ബിറ്ററും അതേപോലെ സോറും സോൾട്ടും എല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന ഒരു കോമ്പിനേഷനുള്ള ഫുഡ് ആണെങ്കിലും ഇൻഡിവിജ്വലി നമുക്ക് ഓരോ ടേസ്റ്റിനെയും ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് വേറൊന്നും അല്ല, നമ്മുടെ ഈ ടേസ്റ്റ് റിസപ്റ്റേഴ്സ്, പല ടേസ്റ്റിനെ ഡിറ്റക്ട് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് എല്ലാം അറ്റ് ദി സെയിം ടൈം ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് പല ഫ്ലേവേഴ്സ് ഉള്ള ഒരു ഫുഡിന്റെ ഡിഫറെന്റ് ടേസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ഡെയിലി ലൈഫിൽ നമ്മൾ നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഇതിനെപ്പറ്റി അറിയാത്തവർക്കാണെങ്കിൽ ഇതുപോലെയുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമുക്ക് വരുന്നുണ്ട്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിന് വേണ്ടിയിട്ട് സ്റ്റേ ട്യൂൺ ടു ന്യൂട്ടൺസ്.